ഹലോ ഫ്രണ്ട്സ്, കേരള കാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ വന്നിട്ട് നമുക്ക് കുറച്ചധികം വാഹനങ്ങൾ എൻക്വയറി ഉണ്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്തൊരു വാഹനമായിരുന്നു 2019 മോഡൽ Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ വേണമെങ്കിൽ. പൊതുവേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ കുറച്ച് ചൂട് കാര്യങ്ങളായി വരുന്നുണ്ട് ഈ മാർച്ചിലേക്ക്. പുറമെ നമുക്ക് ക്രിസ്റ്റ ആണെങ്കിലും വണ്ടികളാണെങ്കിലും തന്നെ പൊതുവെ മാർക്കറ്റിൽ കുറച്ച് ഷോർട്ടാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ കിട്ടാൻ വേണ്ടി കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചധികം വാഹനങ്ങൾ നോക്കിയായിരുന്നു. ഞാനത് വീഡിയോ പറ്റുകയാണെങ്കിൽ ആ വാഹനങ്ങളുടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ള 2019 മോഡൽ സിംഗിൾ യൂസ് ഒരു വാഹനമാണ് നോക്കാൻ വന്നത്. അങ്ങനെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വാഹനത്തിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. എന്നാലും ഇത്രയും വർഷം ഓടിയതിൻ്റെ തരത്തിലുള്ള ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പക്ഷേ വണ്ടി ഇപ്പോൾ നോക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ള 2019 മോഡൽ Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. ഏകദേശം 1,30,000 കിലോമീറ്ററിൻ്റെ അടുത്താണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വണ്ടി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കണ്ടിട്ടില്ല. നമ്മൾ റൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. കസ്റ്റമർക്ക് നമ്മൾ ഡീറ്റെയിൽ അയക്കാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയായിരുന്നു. കൂടാതെ തന്നെ ഇത് പ്രോപ്പറായിട്ട് ഷോറൂം സർവീസ് കാര്യങ്ങൾ പോയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ നമുക്ക് വണ്ടിയിലൊക്കെ കണ്ടിട്ടുണ്ട്. വണ്ടിയുടെ മീറ്റർ റീഡിങ് കാണിക്കാം. 1,32,914 കിലോമീറ്ററാണ് മീറ്ററിൽ റീഡിങ് കാണിച്ചിട്ടുള്ളത്. സ്റ്റിയറിങ്ങിന് ഒരു എക്സ്ട്രാ കവർ അടിച്ചു എന്നുള്ളത് വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. പിന്നെ എല്ലാ ക്രിസ്റ്റയ്ക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു അലോചകം തോന്നാറുള്ളൊരു കാര്യമായിരുന്നു ഈ ഡോർ പാഡിൻ്റെ ഈ ഭാഗത്ത് വരുന്ന റെക്സിൻ കംപ്ലൈൻ്റ് ആവില്ല. ഇതവർ നല്ലൊരു എന്താ പറയുക ലെതർ ടൈപ്പ് റെക്സിൻ ആക്കിയിട്ടുണ്ട്. അത് വണ്ടിക്ക് ഒരു വൃത്തിയെന്ന് പറയാം. ഞാൻ ആകെ അതിനകത്ത് കണ്ടിട്ടുള്ളത് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ്മെൻറ്റ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതും ടയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ബാക്കി വേറെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് ഇല്ല. ചെറിയ ചെറിയ പരിക്കുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും വർഷം ഓടിയതല്ലേ, അതിൻ്റെതായ ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയർ എന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര നല്ല വലിയ ഹെവി ക്വാളിറ്റി ടയറോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല നമ്മൾ നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് ഈ വാഹനം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ എടുക്കേണ്ടിരിക്കും. ഏകദേശം 17,400 അവർ ഇതിന് ആസ്കിംഗ് പ്രൈസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഫേസ്ബുക്കിൽ OLXലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ വാഹനത്തിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു റേറ്റാണ്. നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി എത്രമാത്രം ഇത് കുറയും കാര്യങ്ങൾ എങ്ങനെ ആക്കാം എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കസ്റ്റമറോട് കൂടി സംസാരിച്ച് നമ്മൾ പ്രൈസ് ഫൈനലൈസ് ചെയ്ത് കസ്റ്റമർ ആ വില പുറത്ത് പറയണോ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ പെയിൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കി തുടങ്ങാം. ഇതിനകത്ത് നമുക്ക് വണ്ടിക്കകത്ത് ഇഷ്ടം എടുത്ത സമയത്ത് ഇതിൻ്റെ പുറകുവശത്ത് കുറച്ച് റീപെയിൻറ്റിൻ്റെ കാര്യം അവർ ഇൻഫോം ചെയ്തിരുന്നു. അത് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടിരുന്നു. ഇവിടെയൊക്കെ അതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. അതിനകത്തൊന്നും റീപെയിൻറ്റോ കാര്യങ്ങളോ കയറിയിട്ടില്ല. അവിടെ കുറേ വാല്യൂ തന്നെയാണ് കാണുന്നത്. നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് വരാറുണ്ട്, നമ്മൾ എന്താണ് ഈ നോക്കുന്നത്, പെയിൻറ്റ് അടിച്ചുകൊണ്ടൊന്നുമില്ലാണ്. അപ്പോൾ എന്നോട് പലരും കമൻറ്റ് ചെയ്തിട്ടും എന്നെ പേഴ്സണലി വിളിച്ചൊക്കെ പറയും ഡൽഹിയിൽ എവിടുന്നാണ് ഈ പെയിൻറ്റ് അടിക്കാത്ത വണ്ടി കിട്ടുന്നത്. നമുക്ക് പെയിൻറ്റിൻ്റെ അളവെല്ലാം അറിയേണ്ടത്, എന്തോരം പുട്ടി വർക്കും കാര്യങ്ങളും അവർ ഈ മെറ്റൽ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിടണം. അങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട്. ഇല്ല, ഇവിടെ കുറേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത്. ഈ ഡോറിലും തന്നെ ഗ്ലാസ് കാര്യങ്ങൾ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. കൂടാതെ ഡോറിൻ്റെ ഇതിനകത്ത് വരുന്ന പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അടിയിലെ ഡ്രൈനേജ് ഹോൾസിൻ്റെ ഒക്കെ കണക്ടറൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ചിലയിലൊക്കെ ഒത്തിരി പൊടിയൊക്കെ അടിഞ്ഞ് അതിൽ വെള്ളം വീണിട്ട് അവിടെയൊക്കെ തുരുമ്പിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാറുണ്ട്. ഈ ഡോറിൻ്റെ ഒക്കെ പഞ്ച് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. ഈ ഡോറിൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാൻ പറയാം, ഡോർ പാഡെല്ലാം നല്ല കോസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അവരങ്ങനെ അയച്ച് ഒത്തിരി വർക്കിങ്ങോ കാര്യങ്ങളോ തന്നെ ചെയ്തിട്ടില്ല. റണ്ണിംഗ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഒറിജിനൽ പെയിൻ്റാണ്. നമ്മൾ റൗണ്ട് നേരത്തെ ഓടിപ്പോയി ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ ഇവിടെ ചെറുതായിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ റീപെയിൻ്റ് ആണ് കേട്ടോ. നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ചെറിയ വാല്യൂ വ്യത്യാസം ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ വ്യത്യാസമേ കാണിക്കുന്നുള്ളൂ. അത് നമുക്ക് കാഴ്ചയിലും ചെറിയൊരു ഇത് മനസ്സിലാവുന്നുണ്ട്. ഇത് ഒറിജിനൽ പെയിൻ്റാണ്, പക്ഷെ അടിയിലോട്ട് റീപെയിൻ്റ് അല്ല കേട്ടോ. ഇവിടെ ഒറിജിനൽ പെയിൻറ്റ്. ഈ ഡോറിലാണ് അവർ ചെറിയ ലെവലൊരു ടച്ചപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്വാർട്ടർ പാനലുമാണ് പറഞ്ഞിരുന്നു, അത് റീപെയിൻ്റ് ആണ്. പക്ഷേ ഇവിടെ വലിയ വാല്യൂ വ്യത്യാസമൊന്നുമില്ല. ഷോറൂമിൽ നിന്ന് അടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു വ്യത്യാസം എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. ഒറിജിനൽ പെയിൻ്റാണ്. ഈ ഡോറിന് തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. അതെല്ലാം ഇതിൻ്റെ ഒറിജിനൽ ആ ഒരേ പേസ്റ്റിങ് തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ അടിയിലെവിടെയും തന്നെ തുരുമ്പോ കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണില്ല. ഇവിടെ ഡ്രൈനേജ് ഹോളിൽ കണ്ടോ ചളി കാര്യങ്ങൾ നന്നായിട്ടുണ്ട്. ഒന്ന് നല്ല പ്രോപ്പറായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ടുണ്ട് നമുക്ക് എടുത്ത് പറയാം. ഇവിടെ ഒന്നും തന്നെ ഈ ഡോറിൻ്റെ ഇഞ്ചസോ കാര്യങ്ങൾക്കൊന്നും തന്നെ അവർ പിടിക്കുക അങ്ങനത്തെ ഒന്നും തന്നെ ചെയ്തില്ല. നല്ല കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഫിറ്റിങ്സ് തന്നെയാണ് അതൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. പല വണ്ടികൾ ഒത്തിരി വർക്ക് ചെയ്തൊക്കെ അവർ വളരെ വൃത്തിയേടാക്കി കാണാറുണ്ട്. അതുപോലെ തന്നെ റൂഫിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ഡോട്ടോ കാര്യങ്ങളോ ചളുക്കൊന്നും തന്നെ വന്നിട്ടില്ല. പല വാഹനങ്ങൾ ഇങ്ങനെ പുറത്ത് പാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ഒരു പോരായ്മ കാര്യങ്ങൾ പരാതികൾ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് കാണാറുണ്ട്.
ഓക്കെ, ഒറിജിനൽ പെയിൻ്റാണ്. ഓക്കെ, ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഇവിടെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അവിടെ തുരുമ്പോ കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, പുറകിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഭാഗത്ത് തന്നെ ഡോറിലെ പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഇഞ്ചസ് കാര്യങ്ങളൊക്കെ ഫിറ്റിങ്സ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. നമുക്ക് ബീഡിംഗ് ഒക്കെ ഫുള്ളായിട്ടൊന്ന് പറിച്ച് നോക്കാം കേട്ടോ. കുറച്ചായിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം എന്താണെന്നുള്ള അവസ്ഥ അറിയാം. പക്ഷെ ഇവിടെ തന്നെ റീപെയിൻ്റ് അല്ല. ഇതിൻ്റെ എല്ലാം പഞ്ച് മാർക്ക് കാര്യങ്ങൾ പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് രണ്ട് സൈഡും. നമുക്ക് സ്ഥലപരിധിയും കൂടി ഉണ്ട് ഇവിടെ വണ്ടി നോക്കുന്നതിന്. അപ്പോൾ നമ്മളത് വെച്ചിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനലാണ്. ഇതിൻ്റെയും വശങ്ങളിലെ ക്വാർട്ടർ ഗ്ലാസ്സുകളും തന്നെ മാറിയിട്ടില്ല. ഈ ഒരു ഡോറിലെ മാത്രം ചെറിയ ക്വാർട്ടർ ഗ്ലാസ് മാത്രമാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് കണ്ടിട്ടുള്ളത്. അത് ഹിസ്റ്ററിയിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഹിസ്റ്ററിയിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഈ ഡോറിന് തന്നെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അവർ ഇതിൻ്റെ ഇതിനകത്തുണ്ടോ ആ റെക്സിൻ മാറ്റിയിട്ട് നല്ല ലെവലിൽ ആ ക്ലോത്ത് തുണിയുടെ മെറ്റീരിയൽ മാറ്റിയിട്ടുണ്ട്. നല്ല റെക്സിനായിട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് നമുക്ക് പറയാം. ഇവിടുത്തെ നല്ല ഇഞ്ചക്ഷനോ കാര്യങ്ങൾക്കൊന്നും തന്നെ പരിക്കൊന്നുമില്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും വർഷം യൂസ് ചെയ്യുന്ന ലെവലുള്ളതുണ്ട്. ഈ ഡോറിൻ്റെ ഒക്കെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടെ അവർ ചെറുതായിട്ട് പെയിൻറ്റ് പുറത്തുനിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ബബിളുകൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ കാണാം. പെയിൻറ്റും തന്നെ ചെറിയ വാല്യൂ വ്യത്യാസം നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അതാണ് ചെറിയ ചെറിയ കുത്തായിട്ട് വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും വരുത്തിയപ്പോൾ അവർ അടിച്ചിരിക്കും. ഈ ഒരു പീസ് ഇങ്ങനെ അടിച്ചിട്ടുള്ളൂ, പക്ഷേ ഇങ്ങോട്ട് കയറിയിട്ടില്ല. അത് നമുക്ക് ആ ഒരു ഡിഫറൻസ് വേറെ മനസ്സിലാവുന്നുണ്ട്. കാഴ്ച തന്നെ നമുക്കതറിയാൻ പറ്റും. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ്. ഇനി നമുക്ക് ബോണറ്റ് ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുള്ളൂ. ആക്ച്വലി നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്ത് റബ്ബ് ചെയ്തെടുത്താൽ തന്നെ വൃത്തിയാവുമെന്ന് നമുക്ക് പറയാം. ഒറിജിനൽ പെയിൻ്റാണ്. അത്യാവശ്യം പൊടിയുണ്ട് വണ്ടിയിൽ. ഞാനതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒറിജിനൽ പെയിൻ്റാണ്. ഞാൻ ബോണറ്റ് കാര്യങ്ങൾ പൊക്കി തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലെ കമ്പോണൻസും കാര്യങ്ങളും കാണാം. അത് നമുക്ക് അതിന് മുമ്പ് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയിൽ തന്നെ അടിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർ എക്സ്ട്രാ മാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് പുറമെ നല്ലൊരു 5D കപ്പ് മാറ്റും വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തും പീസുകൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതൊരു 7 സീറ്റ് വാനാണ്. ഈ സീറ്റിൻ്റെയൊക്കെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഒറിജിനലായിട്ട് തന്നെ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒന്നും സീറ്റ് കവറുകൾക്കോ കാര്യങ്ങൾക്കോ ഇത്രയും ഓടിയെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. ബാക്കിലൊക്കെ സീറ്റ് സത്യം പറഞ്ഞാൽ അൺയൂസ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. റൂഫ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വേറെ കാര്യമായ പരിക്കൊന്നുമില്ല. AC വിൻഡുകൾക്കോ കാര്യങ്ങൾക്കോ തന്നെ യാതൊരു തരത്തിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. നമുക്കിനി വണ്ടിയുടെ എഞ്ചിൻ റൂം കാര്യങ്ങൾ നോക്കാം. വണ്ടിയുടെ എഞ്ചിൻ റൂം നോക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കാണിക്കാം. ഈ വണ്ടിയുടെ ടയർ ഭാഗം കിടക്കുന്ന ഒരു ആവറേജ് ടയർ എന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല ഒത്തിരി ഹൈ ക്വാളിറ്റി ടയർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് 2022 വർഷത്തെ മാനുഫാക്ചറിങ്ങിൽ കിടക്കുന്ന ടയറാണ്. 2022 മാനുഫാക്ചറിങ് ആണ് ടയർ കിടക്കുന്നത്. അത് 4 ടയർ തന്നെ ഒരേ ഇത് തന്നെ കിടക്കുന്ന ആവറേജ് ടയർ എന്ന് പറയാം. അലോയ് വീൽസിനാണെങ്കിലും വേറെ പരിക്കൊന്നുമില്ല. അത് ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരേപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ ഭാഗം എന്ന് പറയാം. ഈ ഒരു കവർ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ അടുത്ത് പിടിച്ച് കാണിക്കുന്നതിന് ഒരു പരിധി കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് പറയണം. എന്നാലും ഞാൻ നോക്കിയിട്ട് അവിടെ തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് എഞ്ചിൻ ഭാഗം കാര്യങ്ങൾ ഇരിക്കുന്നത്. കൂടാതെ അപ്രോണിൽ ഒന്നും തന്നെ 2 സൈഡിൽ അപ്രോണിലെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ കാണാറുള്ള പോലെ തന്നെ കൃഷികൾക്കെല്ലാം ഒരു 1,00,000 കിലോമീറ്റർ കഴിയുമ്പോഴേക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമാണ് ഈ ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പുകൾ പൊട്ടുന്നത്. അത് 2 സൈഡും തന്നെ അവർ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടപ്പോൾ പൊട്ടിയപ്പോൾ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സൈഡിൽ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം വരുന്നത്. ഇവിടെ ചെറുതായിട്ട് ക്രാക്ക് വന്നപ്പോൾ തന്നെ ഇവിടെയൊക്കെ പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി ഇതിൻ്റെ എല്ലാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടുള്ളത്. ഇവിടെ ക്രോസ് ബാറോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല. എല്ലാം ഒരു ഒറിജിനൽ തന്നെ കാണും. നമുക്ക് ഇവിടുത്തെ തന്നെ പെയിൻറ്റിൻ്റെ വാല്യൂ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രസൻ്റ്ലി ബാറ്ററിക്കകത്ത് അതിൻ്റെ ഇത് അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 31
7/2025 ബാറ്ററിയാണ് ഇരിക്കുന്നത്. പുതിയ ബാറ്ററിയാണ് വണ്ടിക്കകത്ത് ഇരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തന്നെ ഫീൽ ചെയ്തില്ല. ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ്. പെയിൻറ്റ് ഒരേ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. വാല്യൂ വ്യത്യാസമോ കാര്യങ്ങൾ തന്നെ ഇല്ല. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഒറിജിനൽ ആണെന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചിലതൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ നോക്കണുണ്ട് ഫ്രണ്ട് ഭാഷത്തൊക്കെ കണ്ടോ, ഈ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. നമുക്കിനി എഞ്ചിൻ്റെ ഭാഗം മെക്കാനിക്കലി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ഞാനത് വീഡിയോക്കകത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളോടും ചെക്ക് ചെയ്ത് വണ്ടി സ്കാനിങ് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വണ്ടിയുടെ ബാക്കി മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് ഒരു പ്രോസസ്സ് വണ്ടിയുടെ സ്കാനിങ് എന്ന് പറയുന്നൊരു പരിപാടിയാണ്. പലരും ചോദിക്കാറുണ്ട് ഈ സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേറെ വല്ലതും വെച്ച് ചെയ്യണമെന്നുള്ളത്. ഇതൊരു OBD സ്കാനറാണ്. ഇത് വണ്ടിക്കകത്ത് കണക്ട് ചെയ്ത് നമ്മളിതിൻ്റെ ഇലക്ട്രോണിക്കലി കാര്യങ്ങൾ, ഇതിൻ്റെ സെൻസസ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് വർക്കിംഗ് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പലർക്കും പലതരത്തിലുള്ള ഡൗട്ട്സ് ആയിട്ട് എപ്പോഴും കമൻറ്റായിട്ടും കോളുകളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വണ്ടിക്കകത്ത് കണക്ട് ചെയ്യാം. ഇതിൻ്റെ OBD പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ OBD പോർട്ടിനകത്ത് നമ്മളിത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അത് കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഉണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒത്തിരി സെൽഫിന് വലിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരേണ്ടി വന്നില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ വരുന്നുണ്ട്. വണ്ടി റേസ് ചെയ്യുമ്പോഴാണെങ്കിൽ അങ്ങനെ ഓവർ നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ എൻജിൻ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നില്ല. ഈ പറയുന്ന കിലോമീറ്റർ ഇതിൻ്റെ ജെന്യൂൻ കിലോമീറ്റർ തന്നെയാണ്. അതിൻ്റെതായ സർവീസും കാര്യങ്ങളും അവർ പ്രോപ്പറായിട്ട് ഷോറൂമിൽ ചെയ്തുകൊണ്ട് അതിൻ്റെതായ ഒരു ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് വണ്ടിക്കകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് എടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഇനി ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഇനി നമുക്ക് സ്കാനിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോക്കകത്ത് എല്ലാം വന്ന് സ്ഥിരമായിട്ട് വരുന്നൊരു കമൻറ്റാണ്, നിങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. ഇനി വീഡിയോക്കകത്ത് അല്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി കിട്ടുന്നതാണ്, ബ്രോ ഏത് ആപ്പ് വഴിയാണ് നിങ്ങളിത് വണ്ടി സ്കാൻ ചെയ്യുന്നത്, ആ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, പ്ലേ സ്റ്റോറിലാണോ ഇതിലാണോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് സംശയം ചോദിക്കാറുണ്ട്. ഇത് ഞാൻ നേരത്തെ പറയാം, ഇതിനകത്ത് അഗ്രഗണ്യമാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, ഇതിനെക്കുറിച്ച് അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് വണ്ടികളെ കുറിച്ചാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ HSRP നമ്പർ പ്ലേറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. അതിനിടയിൽ വരെ വന്ന് ചോദിച്ചത് എന്താണ് HSRP, ആരാ പറഞ്ഞു ഇങ്ങനെയൊന്നുമില്ല, നമ്പർ പ്ലേറ്റ് നമുക്ക് കടയിൽ പോയി അടിക്കാൻ കിട്ടും എന്നുവരെ കമൻറ്റ് ഇട്ടവരും വിളിച്ച് പറഞ്ഞവരും അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ HSRP നമ്പർ പ്ലേറ്റ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മളെ മലയാളീസിന് ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങൾ അറിയില്ലായ്മ കൊണ്ട് പലതും പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറ്റാതിരിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളിതൊരു OBD സ്കാനർ എന്ന് പറഞ്ഞൊരു സ്കാനർ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ സ്കാനറിന് അതത് കമ്പനികൾ അതത് ആപ്പുകൾ നമുക്ക് തരും. ചിലതെല്ലാം പെയ്ഡ് ആയിരിക്കും, ചിലത് ഫ്രീ ആയിരിക്കും. ഇപ്പം നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഒത്തിരി വിലയുടെ ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്കാനറാണ്. ഇതിന് ഓരോ വർഷം നമ്മൾ ഇയർ പാക്ക് എടുക്കാറാണ്. ആ പാക്കേജ് എടുക്കുന്നതിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്തെടുക്കും. അതിനനുസരിച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അത്യാവശ്യം കുറച്ച് ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു OBD ടൂളാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു, ആ സമയത്ത് നമുക്ക് എററൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് നേരമായി നമ്മൾ ഒന്ന് ട്രയലൊക്കെ അടിച്ച് നോക്കിയതാണ്. അപ്പം ഇനി വണ്ടി ഇനി സ്കാൻ ചെയ്യുന്ന സമയത്ത് രണ്ടാമത് വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുള്ള എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് എടുത്തു പറയാം. ഇത് കഴിഞ്ഞതിൻ്റെ പേപ്പർ ഭാഗം കൂടി നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം. ഇന്ന് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാനിരിക്കുന്നത് പ്രജിത്താണ് അല്ലേ? എനിക്കെപ്പോഴും തെറ്റിപ്പോകും, ഞാൻ പ്രജിനെ വിളിക്കാം. പിന്നെ പോകാൻ പറയും ഞാൻ പ്രജിനല്ല പ്രജിത്ത് എന്ന് പറയും. അദ്ദേഹം ഒരു യൂട്യൂബർ തന്നെയാണ്. ഇവിടെ ഡൽഹിയിൽ നിന്ന് വണ്ടികളൊക്കെ എടുത്തു കൊടുക്കുന്ന പരിപാടിയുണ്ട്. കോട്ടയം കാർസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ ഇന്ന് പുള്ളിയാണ് നമുക്ക് ഈ വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ സ്കാനിങ് കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് പൊതുവെ ഡൽഹിയിലെ വണ്ടികളെ ആൾക്കാർക്ക് കൊടുക്കുമ്പം ആൾക്കാരുടെ വിചാരം നമ്മളെ വിളിക്കുന്ന പലരും ചോദിക്കുന്നത് ഈ 8 ലക്ഷത്തിന് വണ്ടി കിട്ടുന്നുണ്ടല്ലോ, 10 ലക്ഷത്തിന് വണ്ടി കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അജു മൊത്തത്തിൽ ഇപ്പം ഞാനിവിടെ നിന്ന് ചെയ്യുന്നു, അജു എല്ലാ മാസവും വരുന്നു. അപ്പൊ അജുവിന്റെ ഒരു എക്സ്പീരിയൻസിന് അജുവിന് എന്നാ മനസ്സിലായി, ആ വണ്ടിയുടെ ക്വാളിറ്റി എന്താ? വണ്ടി ആക്ച്വലി ഇവിടെ ക്രിസ്റ്റയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 8 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ടാക്സി വണ്ടികളാണ്. ആ വാഹനങ്ങൾക്ക് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഉണ്ടാകും. അതായത് ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട, കാരണം ഞങ്ങൾ ഞങ്ങളുടെ കച്ചവടം നടക്കാൻ വേണ്ടി പറയാന്നുള്ളത് പലരും പലതരത്തിലും പറയും. അപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് പറയേണ്ടത് ഒരു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എടുക്കുക. ഈ മാർക്കറ്റ് പ്ലേസ് നോക്കുമ്പോൾ ഇതിനകത്ത് 8 ലക്ഷം രൂപയുടെ വണ്ടി ഉണ്ടാവും. അതേ വണ്ടി തന്നെ 10-11 ലക്ഷം രൂപയ്ക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 10 ഇടുന്നതിനും 8 ലക്ഷം രൂപയ്ക്ക് ഇടുന്നതിനും തമ്മിൽ എന്താ വ്യത്യാസം നമ്മൾ ചിന്തിക്കുക. കാരണം കൂടുതൽ പേര് ഈ 10, 10, 11 ആ റേഞ്ച് ഇട്ടുണ്ടാവും. ചിലവർ മാത്രം 8, 8 ഇട്ടുണ്ടാവും. ഈ 8 വണ്ടി അവന് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ലോ, കാരണം ഇവിടെ കച്ചവടക്കാരും ഇല്ലാത്തോ അല്ലെങ്കിൽ വേറെ ആരും ഒന്നും മേടിക്കാത്തതുകൊണ്ടല്ലോ. അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ആ വണ്ടിക്ക് അതിനനുസരിച്ച് ഒരു വില വരുന്നത്. അതായത് ഇവിടെ എപ്പോഴും വണ്ടിയെ പ്രൈസ് കണക്കാക്കുന്നത് വണ്ടിയുടെ ക്വാളിറ്റി മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അതായത് കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങൾ, റീപ്ലേസ്മെൻറ്റ്, വണ്ടിയുടെ മുമ്പത്തെ ട്രാക്ക്, വണ്ടി ടാക്സി ആയിരുന്നോ പ്രൈവറ്റ് ആണോ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ
വണ്ടികളുടെ പ്രൈസ് വരുന്നത് പലപ്പോഴും. അത് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ എടുത്ത് പറയാറുണ്ട്. വണ്ടിയുടെ ഒരു പ്രൈസ് റേഞ്ച് വരിക, വണ്ടിയുടെ ഓണർഷിപ്പ്, കിലോമീറ്റർ, സർവീസ് റെക്കോർഡ്സ്, മോഡല്, ഇതിന്റെ വേരിയന്റ്, ആ വണ്ടിയുടെ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന വണ്ടികളെല്ലാം വീഡിയോസിലെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം, നമ്മൾ കസ്റ്റമർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അവരാവശ്യപ്പെട്ടാൽ മാത്രമാണ് എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നാട്ടിൽ കൊണ്ടുപോയിട്ട് കുറേ പെയിന്റ് അടിച്ച് പുട്ടിയടിച്ച് സീറ്റ് ഓവർ മാറ്റിയിട്ടല്ല വീഡിയോ നമ്മൾ കാണിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കണ്ട കോലം എന്താണോ അതെ. പിന്നെ പലതും നമ്മൾ വീഡിയോക്കകത്ത് വില പോലും പറയാറില്ല, അത് ആസ്കിംഗ് പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ലെവലിൽ നെഗോഷിയബിൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതും പലർക്കും ഒരു ഇത് തോന്നുന്നുണ്ട്. കാരണം വീഡിയോയുടെ താഴെ വന്ന് പലതരത്തിലുള്ള കമന്റുകൾ കാണാം. അപ്പം നമ്മൾ പറയാത്ത വില പോലും വീഡിയോക്കകത്ത് ഞാൻ പോലും അറിയാത്ത വിലയൊക്കെയാണ് വണ്ടിക്കിട്ട് ഇത്ര വില അധികമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ് കണ്ടിട്ടുണ്ട്. അവർ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കാനിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ എററോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്തും തന്നെ ഇതേ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആകെപ്പാടെ ഒരു എറർ കാണിച്ചിരുന്ന കുറച്ച് മുമ്പ് കാണിച്ചിരുന്നത് നാവിഗേഷൻ്റെ ചിപ്പ് ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കാർഡൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്. ടയോട്ടയുടെ വണ്ടിയുള്ള ഒരു പരിധിയിൽ കൂടുതൽ സമയം കഴിയുമ്പോൾ ഈ കാർഡ് ഇട്ട് വെച്ചാൽ ഈ സിസ്റ്റം ഹാങ് ആവും. കാരണം അതിനുള്ള ക്വാളിറ്റിയെ ബിൽഡ് ക്വാളിറ്റി ഇതിനുള്ളൂ. അധികം പേര് ഇത് മാറ്റി ആൻഡ്രോയിഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കാനിങ്ങിൽ എന്തായാലും റിസൾട്ട് ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി വണ്ടി ഇവിടുന്ന് ഇറക്കി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ട കാര്യങ്ങളും നോക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കി ഇനി 1-2 കാര്യങ്ങൾ നോക്കി ഇതിൻ്റെ പേപ്പർ വർക്കിൻ്റെ കാര്യം കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. വണ്ടി ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇവിടുന്ന് ഇറക്കുകയാണ്. ഇതിപ്പോൾ നമ്മളൊരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇവിടെ അതിൻ്റേതനുസരിച്ച് വണ്ടികൾ കാര്യങ്ങളൊക്കെ പണി നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അതിൻ്റേതായ തിരക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ റോഡിലുണ്ട്. നമ്മൾ നേരത്തെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചായിരുന്നു, അപ്പോൾ വലിയ പ്രോബ്ലം തന്നെ നമുക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് ഡ്രൈവ് പോവാം. Next year तक full value with 50% no claim bonus, no claim. ഇതിൻ്റെ ഇൻഷുറൻസ് നിലവിൽ എക്സ്പയർഡ് ആയിട്ട് അവർ പുത്തൻ ഇൻഷുറൻസ് ഇപ്പോൾ എടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. 0 ഡെപ്റ്റ് ഇൻഷുറൻസ് അവർ എടുത്തിട്ടുണ്ട്. ഏതാ റൈറ്റ് ഓർ ലെഫ്റ്റ്? ലെഫ്റ്റ്. വണ്ടി ഇത് ചെറിയൊരു കട്ട് റോഡ് പോലത്തെ സ്ഥലത്ത് കൂടെ ആയിട്ടോ പോകുന്നത്. ഇവിടെ അങ്ങനെ സസ്പെൻഷനോ വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കേൾക്കുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിലെ ബുഷുകൾ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. 1.30 1.5 ഉള്ളിൽ അതൊക്കെ പണി വരാറുണ്ട്. അടിയോ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ലെഫ്റ്റ്. റൈറ്റ്. അല്ലാട്ടോ വണ്ടി അത്യാവശ്യം നല്ലൊരു റിസൾട്ടിനാണ് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടാണെങ്കിലും കിട്ടുന്നത്. ഇവിടെ എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല റഷ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മളൊരു മാർക്കറ്റിനുള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പതുക്കെ അങ്ങ് പോവാം. ഫ്രീ ആയിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കിട്ടില്ലായിരുന്നു. ഇത് ഇവിടുന്ന് പോരാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബുഷുകൾ കാര്യങ്ങൾ നോക്കിയാൽ അത് വേറെ ഗിയർ ഷിഫ്റ്റിങ്ങിനോ കാര്യങ്ങൾക്കും തന്നെ പ്രയാസം തന്നെ തോന്നുന്നില്ല. വേറെ ഓവർ നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞാനേ അവിടെ എത്തിയിട്ട് പറയാം. കാരണം ഇത് കുറച്ച് ട്രാഫിക് നല്ല റഷാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം പേപ്പർ വർക്ക്. ഓക്കെ, വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ചെയ്തു കേട്ടോ. വണ്ടി കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ വന്നു. ഇതിൻ്റെ ബാക്ക് പേപ്പർ ബാഗും കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഒരു ഷോർട്ട് വന്നപ്പോൾ ചോദിച്ചത് എന്നോട് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരാളെ ഞാൻ കാണിച്ചത്, ഈ ഒരാളെ കണ്ടിട്ട് ആരെപ്പോലെ ഉണ്ടെന്നൊന്നും പറയണേ. ആളെ കണ്ടാൽ ആരെപ്പോലെ ഉണ്ടെന്നൊന്നും പറഞ്ഞേ. മലയാളീസ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോയുടെ താഴെ ഇയാളെ കണ്ടതുപോലെ ഇരിക്കുന്നില്ല. അപ്പോൾ ആള് ഇവിടെ അല്ല, നമ്മുടെ സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ഇതുവരെ പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കീ ഉണ്ട്. വണ്ടിയുടെ RC പഴയ RC ആണ്, അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ. പുതിയ RC ഇങ്ങനെയല്ല വരുന്നത്. പഴയ RC ഉണ്ട്. ഇതിനകത്ത് ഓണർഷിപ്പ് കാര്യങ്ങൾ സിംഗിൾ ഓണർ തന്നെയാണ്. മാനുഫാക്ചറിങ് ഡേറ്റ് കിടക്കുന്നത് 1/2019. രജിസ്ട്രേഷൻ ഡേറ്റ് കിടക്കുന്നത് 16/2/2019 ഓണർഷിപ്പ് സീരിയൽ 01 തന്നെയാണ്. ഓക്കെ, പിന്നെ ബാക്കി ഇതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പേര് മാറ്റാൻ വേണ്ട ഫോംസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ, കസ്റ്റമറുടെ പാൻ കാർഡ് എന്തൊക്കെയാണ് അത് നമ്മൾ കാണിച്ചാൽ നമുക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്, കോപ്പിറൈറ്റ് കിട്ടാനുണ്ട്. ഓക്കെ, ഇത് വണ്ടിയുടെ പൊല്യൂഷൻ ഡേറ്റ് 1/1/2027 വരെ കിടപ്പുണ്ട്. വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ പേപ്പറാണ്. ഇത് പുതിയ പേപ്പറാണ് കേട്ടോ. 2027 1-ാം മാസം വരെ കിടപ്പുണ്ട്. അത് ഇവരാണ് പുതുക്കിയെന്നാണ് പറയുന്നത്.
ഇതിൽ IDV എത്ര കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് IDV കാണിച്ചിട്ടുള്ളത് 12,99 IDV കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 13 ലക്ഷം രൂപയോളം IDV കാര്യങ്ങൾ വരുന്ന ഇൻഷുറൻസിൻ്റെയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കസ്റ്റമറുടെ അടുത്ത് കാര്യങ്ങൾ ഇതിൻ്റെ പ്രൈസിൻ്റെ കേസ് ഒന്ന് സംസാരിക്കണം. വിലയുടെ കാര്യങ്ങളോട് സംസാരിച്ചിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോക്കകത്ത് വില പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യം കരുതരുത്. ഇത് നമുക്ക് മറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടത് മിസ്സായി കഴിഞ്ഞാൽ വീഡിയോയുടെ താഴെ വന്ന് തന്നെ കമൻറ്റ് ഇട്ട് തരുക പറഞ്ഞോളൂ. എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഇതുപോലത്തെ വാഹനങ്ങൾക്ക് എന്താ വില ആവുമെന്ന് അറിയാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിൽ നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ എന്നെ വാട്സപ്പിനകത്ത് നിന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ തന്നെ വണ്ടി എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോ. എനിക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. പ്രൈസിൻ്റെ കേസാണെങ്കിലും ബാക്കി എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യുക. കഴിഞ്ഞ പരമാവധി വോയിസ് മെസ്സേജ് ഒഴിവാക്കി ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഫോർവേഡ് ചെയ്യുക. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് മറുപടി തരാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ വണ്ടി ഇപ്പോൾ നമ്മളിവിടെ വെച്ച് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാണ്. നമ്മുടെ കസ്റ്റമർ അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ എവിടുന്ന് വരുന്നത് എങ്ങനെയാണ് എന്താണെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. ചെറിയൊരു സർപ്രൈസ് ആയിരുന്നു മൊത്തത്തിൽ, പക്ഷെ അത് ചെറുതായിട്ടൊന്നും പണി പാളിയില്ലേ. വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ വൈഫ് അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് വരുന്ന പരിചയപ്പെടാം. ആദ്യം ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഫിനു. ഞാൻ മല്ലപ്പള്ളിയാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ 2 ദിവസമായി വെക്കേഷൻ വന്നിട്ട് ഞാൻ വണ്ടി അജ്മൽ ബാക്കിയുള്ള സ്റ്റോറി അജ്മൽ ഭായി അറിയാമല്ലോ. ഞാൻ 1 വർഷമായിട്ട് അജ്മൽ ഭായിയുടെ പുറകെയാണ്. ചാനലൊക്കെ ഞാൻ ശരിക്കും വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ അതിനോടുള്ള ഇതിലാണ് നമ്മൾ പരിചയപ്പെട്ട് വന്ന മുതൽ ഞാൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അജ്മൽ ഭായിയുടെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലായിരുന്നു അന്ന്. പക്ഷേ ഓൾ ഓഫ് എ സഡൻ വെക്കേഷൻ വരാനായിട്ട് പ്ലാൻ ആയപ്പോൾ ഞാൻ അജ്മൽ ഭായിയെ കോൺടാക്ട് ചെയ്തു. ഇതിനെ മന്ത് കൊണ്ട് എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ഞാൻ ഉദ്ദേശിച്ച വണ്ടിയൊക്കെ തന്നെയാണ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. കൂടെ വന്നവരൊന്ന് പരിചയപ്പെടും. ഇതെൻ്റെ വൈഫ് ജയ. എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. ശരിക്കും ഇതൊരു സസ്പെൻസ് തന്നെയായിരുന്നു. ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ലീലാമ്മ തോമസ്, ഫിനുവിൻ്റെ മമ്മിയാണ്. ഞാൻ ഇത് ശകലം വിവരം എന്നോട് പറഞ്ഞെങ്കിൽ ഇത്രയൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് ഞാനോട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലാണ് വന്നെന്ന് അവർക്ക് അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. പിന്നെ സർപ്രൈസ് ആയിരുന്നു. സന്തോഷമുണ്ട്. നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടതിൽ ഏറ്റവും വലിയ സന്തോഷം. സത്യം പറഞ്ഞാൽ എന്നെ ഈ കൂട്ടിയിരിക്കണം. അത് എനിക്ക് അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉണ്ട്. ചിലർ ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ടായിരിക്കും ഡെലിവറി കൊടുക്കുക. ചിലർക്ക് വീട്ടിൽ വരെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇത് സർപ്രൈസ് ഇതിൽ മാത്രമൊന്നുമല്ല, ചിലർ പ്രൈസിൻ്റെ കേസിലും സർപ്രൈസ് വെക്കും. കഴിഞ്ഞ വർഷമൊക്കെ കൊടുത്ത ഒരു വണ്ടിക്ക് ഇതെല്ലാം പറഞ്ഞു, പുള്ളിയോട് പറഞ്ഞു 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ. ആൾ പ്രവാസിയാണല്ലോ, നാട്ടിൽ യൂസ് ചെയ്യില്ല. 20 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു. അപ്പം എങ്ങനെ ചോദിച്ചാലും 10 ലക്ഷം എന്ന് പറയാമോ, വേറെ ഒരു അക്ഷരം മിണ്ടിയാക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ അതവിടെ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ സർപ്രൈസ് ഒക്കെ പൊട്ടി. കാരണം നാട്ടുകാർ വന്ന വണ്ടി കണ്ടപ്പോൾ ഇത്ര രൂപയ്ക്ക് കിട്ടിയോ എന്നുള്ള സംശയമായി, ചോദ്യമായി, കാര്യങ്ങളായി. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് കണ്ടിട്ട്? വണ്ടി എനിക്ക് ഓവറോൾ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല, ഓടിച്ചു നോക്കാനായിട്ട് ഞാൻ പോകുന്നു. ബാക്കി ഓവറോൾ എനിക്ക് അജ്മൽ ഭായി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആയിരുന്നു. നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർവീസ് എല്ലാം നല്ല ഇത് തന്നെയാണ്. പറഞ്ഞ സമയത്ത് തന്നെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം എനിക്ക് കൃത്യമായിട്ട് കിട്ടി. പിന്നെ ഞാനായിട്ടാണ് ഡിലേ ചെയ്തത്. അത് എനിക്കായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പറഞ്ഞ ലെവലിൽ ഫുൾ പേയ്മെന്റ് കഴിഞ്ഞു, എല്ലാം ചെയ്ത് കഴിഞ്ഞു, പക്ഷെ വണ്ടി കൊണ്ടുപോകുന്നില്ല. ഡെലിവറി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ട് മാറി. പിന്നെ 2 ദിവസത്തേക്ക് ഇത്രയും ദിവസമായി. പിന്നെ ഇവിടെ വണ്ടി ഇടാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ വണ്ടി ഇടുന്ന സൗകര്യത്തിൻ്റെ അല്ല, എന്താ വെച്ചാൽ വർക്ക്ഷോപ്പിലാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യണമെങ്കിലും ഇത് പൊടി പിടിക്കുക കാര്യങ്ങൾ. കാരണം ഇത് ഓരോ ദിവസം എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ്. പിന്നെ അത് മാത്രം ഞാൻ എങ്ങോട്ടും പോകുമ്പോഴാണ് നിങ്ങൾ വരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 4 ദിവസത്തിന് മുകളിലായി. ഇവിടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ആഗ്രഹം പറഞ്ഞു പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് നടക്കുന്നൊന്നും ഞാനും വിചാരിച്ചില്ല. നമ്മൾ ആക്ച്വലി കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് സർവീസിനൊക്കെ വേണ്ടിയിട്ടുള്ള അതെ, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം പ്രോപ്പറായിട്ട് ടയോട്ടയിൽ സർവീസ് പോയൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് അയച്ച് അതിൻ്റെ വാറൻ്റെ കാര്യങ്ങളൊന്നും കളയാതെ അവിടെ തന്നെ ബാക്കി കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. പേഴ്സണലി നമുക്ക് അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ ജസ്റ്റ് 1-2 ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം അത് മാത്രമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാപ്പി അല്ലേ? നമ്മൾ വണ്ടി എടുത്ത പ്രൈസ് പുറത്ത് പറയണം വേണ്ടേ? പുറത്ത് പറയാതിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ പലർക്കും ഒരു തെറ്റായ ധാരണ ഉണ്ട്. നമ്മളിങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ഇത് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറിച്ച് വിൽക്കാൻ വേണ്ടിയല്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. അപ്പം ഞാനന്ന് 3-4 ഓപ്ഷൻ ഞാൻ അജ്മൽ ഭായിക്ക് തന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അജ്മൽ ഭായി തന്നെയാണ് പറഞ്ഞത് ലോങ് യൂസിന് വേണ്ടിയിട്ട് ഇത് തന്നെ മാത്രം മതി എന്ന് വാശി പിടിച്ചത് താങ്കൾ തന്നെയാണ്. അല്ല, അത് വേറെ പ്രവാസിയാണ്, യൂസേജ് ഇല്ല. പിന്നെ അത്രയും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടികൾ നിങ്ങൾ പറഞ്ഞത് എടുക്കാതിരിക്കാൻ നല്ലത്. കാരണം ക്രിസ്റ്റൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ടയോട്ടല്ല എന്നൊരു റൈറ്റും കാര്യങ്ങളും ഡ്യൂറബിലിറ്റി ഒന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് തന്നെ നല്ല പണിയൊക്കെ ഉള്ളതായിരിക്കും. അല്ലെ, പണി അധികം ഉണ്ടോ?
ഇല്ല 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 ഇല്ല. അമ്മച്ചി വണ്ടി കണ്ടില്ലല്ലോ, പുറത്ത് കിടപ്പുണ്ട്. കിടക്കുന്ന ഒരു ചെറിയ ഒരു സിറ്റൗട്ട് ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, എന്നാലും ഞാൻ വിശ്വസിച്ചില്ല. വണ്ടി കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് കൊച്ചുമോനെ ഓർത്തു. ആണോ? കൊച്ചുമോന്റെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ. അതെന്റെ താറാ. നമ്മള് മേടിച്ച വണ്ടി ടയോട്ടയുടെ ക്രിസ്റ്റ, അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയാ. താറയില കണ്ടില്ലേ? ഓക്കെ ഓക്കെ. മോനുണ്ട്, ഇളയ മോൻ ഇത്തിരി രണ്ടുപേരോടും ഞാൻ ആരോടും ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അതെ അപ്പൊ എയർപോർട്ടിൽ വന്നിട്ട് സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ആൾ അന്നേരം എയർപോർട്ടിൽ വന്നില്ല. അപ്പൊ അന്നതുകൊണ്ട് അതങ്ങനെ അങ്ങനെ അങ്ങ് ബ്രേക്കൗട്ട് ആയി, ചീറ്റി പോയി. അതുകൊണ്ട് സർപ്രൈസ് നമ്മളിപ്പോ ഇന്ന് ഇവിടെ വെച്ച് പൊട്ടിക്കുകയാണ്. പൊട്ടിക്കുക ഓക്കെ ഓക്കെ ഓക്കെ. സർപ്രൈസ് പൊട്ടിക്കാൻ പറ്റാൻ പറ്റാഞ്ഞതിന്റെ ഒരു ഇതായി പോയി. അങ്ങനെ വേറെ കൊടുക്കത്തോളാം. നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഞാൻ വീഡിയോയുടെ ഇടയിൽ ആദ്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ വെച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവർ എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവർ ഓരോ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്, മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാഹനമല്ല. പിന്നെ ഇതേപോലത്തെ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് പ്രൈസ് വരും എന്നറിയാൻ വേണ്ടി നിങ്ങൾ എൻ്റെ വാട്സപ്പിനകത്ത് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. കൂടാതെ ഇതേപോലെ തന്നെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് ഭാഗങ്ങളിൽ നിന്നൊക്കെ അതിൽ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടാം. അതിന് വേണ്ട നമ്പറാണ്, കാര്യങ്ങൾ ഞാൻ സൈനത്ത് കൊടുത്തത്. എനിക്ക് സ്വന്തമായിട്ട് ഷോറൂം അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിളിക്കുന്നില്ല. നിങ്ങളൊരു വണ്ടി വേണമെന്ന് പറഞ്ഞ ഓർഡർ ഇതുപോലെ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പോയി നോക്കി ചെക്ക് ചെയ്ത് എടുത്ത് തരികയാണ് ചെയ്യുന്നത്. കൂടാതെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കണം, നമ്മൾ ഇന്നോവ, ഇറ്റിയോസ് ലിവ, കൊറോള ആൾട്ടിസ്, ടാറ്റയുടെ സഫാരി സ്റ്റോം, മഹേന്ദ്രയുടെ താർ, ഇതുപോലുള്ള ചില കമ്പനികളുടെ ചില വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചെറുവാഹനങ്ങളൊന്നും ചെയ്യുന്നില്ല. ചിലത് ഇപ്പോൾ അവിടെ കിട്ടുന്നില്ല, ചിലത് കിട്ടിക്കഴിഞ്ഞാൽ വില കൊണ്ട് നമുക്ക് ഒക്കില്ല. അതായത് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്ന് നമ്പർ ആക്കുമ്പോൾ നിങ്ങൾക്ക് കേരള പ്രൈസിൻ്റെ മുകളിൽ പോലെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ചില വാഹനങ്ങൾ ചെയ്യാത്തത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനും നിങ്ങൾക്ക് ഇതിനകത്ത് ബന്ധപ്പെടാം. അതൊന്നും മാത്രമല്ല, നിങ്ങളിപ്പോൾ ഡൽഹി, ഹരിയാന ഭാഗങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും വണ്ടികൾ എടുക്കുമ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എനിക്ക് അറിയുന്നതാണ്, ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി തരും. അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് വരും ദിവസങ്ങളിൽ അതിന് മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.